മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോട് ചോദിക്കുക, എന്താണ് ഈ പറയുന്നത്? ഇവരിപ്പോൾ സ്നേഹം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന RSSൻ്റെയും BJPയുടെയും യഥാർത്ഥമായ നിറമെന്താണെന്ന്, മുഖമെന്താണെന്ന് അവിടെ ചോദിക്കുക. അവർ പറഞ്ഞു കൊടുക്കും. ഞാൻ മണിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനപ്രകാരം 3 വട്ടം പോയവരാണ്. അവിടുത്തെ കാഴ്ചകൾ ആരും മറന്നു പോകില്ല. തകർന്നു കിടക്കുന്ന പള്ളികൾ, കടന്നാക്രമിക്കപ്പെട്ട പള്ളിക്കൂടങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ, വിദ്യാലയങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഇതുപോലെ താറുമാറാക്കിയ സ്ഥലമാണ് മണിപ്പൂർ. വർഗീയ ഭ്രാന്ത് എന്താണെന്ന് അത് വിളിച്ചറിയിക്കുന്നുണ്ട്. എന്നാണ് RSSൻ്റെ BJPയുടെ ന്യൂനപക്ഷ സ്നേഹമെന്ന് മണിപ്പൂർ അറിയിക്കുന്നുണ്ട്. ആ മണിപ്പൂരിലേക്ക് ഇതുവരെയും നരേന്ദ്രമോദി പോയിട്ടേയില്ല. അടുത്ത മെയ് മാസമാകുമ്പോഴത്തേക്ക് 1 കൊല്ലം പൂർത്തിയാകും. 2023 മെയ് മാസം 3-ാം തീയതിയാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് വാർഷികം വരികയാണ് അടുത്ത മെയ് 3-ന്. നരേന്ദ്രമോദി ഉലകം ചുറ്റും വാലിബനാണ്. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു. 2 ആഴ്ചക്കിടയിൽ അദ്ദേഹം 2 വട്ടം തൃശ്ശൂരിലേക്ക് വന്നു. ഒറ്റ മാസത്തിൽ 30 ദിവസത്തിൽ അദ്ദേഹം വന്നത് 3 വട്ടമാണ് കേരളത്തിലേക്ക്. മോദി, ആ മോദിക്ക് 2 മണിക്കൂർ കൊണ്ടെത്താൻ പറ്റും ഡൽഹിയിൽ നിന്ന് ഇംഫാലിലേക്ക്, മണിപ്പൂരിലേക്ക്. 2 മണിക്കൂർ. ഇതുവരെയും പോയിട്ടില്ല. എന്തുകൊണ്ട് മോദി മണിപ്പൂരിൽ പോകാൻ ഭയപ്പെടുന്നു? അദ്ദേഹം മിനിഞ്ഞാന്നാണ് ആദ്യമായിട്ട് മണിപ്പൂർ എന്ന വാക്ക് പറഞ്ഞത്. ഒരു പ്രസ് കോൺഫറൻസിലല്ല. BJPക്ക് വേണ്ടിയേ പേന ചലിപ്പിക്കുമെന്ന് വാശിയുള്ള ഒരു ലേഖകനെ വിളിച്ചു വരുത്തി ആസാം ട്രിബ്യൂണിന് വേണ്ടി, എന്ന് വെച്ചാൽ അപ്രിയമായ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കില്ല എന്നുറപ്പുള്ള ഒരാളെ വിളിച്ച് മുമ്പിലിരുത്തിയിട്ട് ഒരു മോണോലോഗ്, ഞാൻ അങ്ങോട്ട് പറയാം നീ കേട്ടോളൂ, ഡയലോഗില്ല, ആ രീതിക്ക് അദ്ദേഹം സംസാരിച്ചു. ആ സംസാരത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി മണിപ്പൂർ എന്ന വാക്ക് പറയുന്നത്. 11 മാസം വേണ്ടി വന്നു. ഇതാണ് BJP. എന്താ പറഞ്ഞത്? അവിടെ എല്ലാം ഭംഗിയാണെന്നാണ്, എല്ലാ പ്രശ്നവും തീർത്തുമെന്നാണ്. അമിത്ഷാ അവിടെ പോയി ക്യാമ്പ് ചെയ്തു, അതോടെ എല്ലാം ശാന്തമായി എന്നാണ്. പച്ചക്കള്ളമാണത്, പച്ചക്കള്ളമാണ്. ആയിരക്കണക്കായ ഇന്ത്യക്കാർ, മണിപ്പൂരികൾ ഇപ്പോഴും മണിപ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ, സർക്കാർ വിളിക്കുന്ന ഓമന പേര് റിലീഫ് ക്യാമ്പ്സ് എന്നാണ്, ആശ്വാസ ക്യാമ്പുകളെന്നാണ്. റിലീഫില്ല. പിറന്ന നാട്ടിൽ അവർ ജീവിക്കുന്നത് അഭയാർത്ഥികളെ പോലെയാണ്, അവിടെ കഴിയുകയാണ്. ഇന്ത്യ മറക്കുമോ ആ ദൃശ്യം? ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന മോദി, ബേട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഉറക്കമടയ്ക്കുന്ന മോദി, ആ മോദി കണ്ടില്ലേ ആ ചിത്രം? എല്ലാവരും കണ്ടതാണത്. ആ വീഡിയോയിലേക്ക് ഒറ്റത്തവണയെ നോക്കാൻ പറ്റും. 2ാം വട്ടം ആർക്കും നോക്കാൻ പറ്റില്ല. 2 ഇന്ത്യൻ പുത്രിമാർ, ഇന്ത്യയിലെ പെൺമക്കൾ 2 പേർ, മണിപ്പൂരുകാർ, അവർക്ക് വസ്ത്രമേയില്ല. വസ്ത്രങ്ങൾ കീറിയെറിയപ്പെട്ട് പൂർണ്ണമായി നഗ്നരാക്കപ്പെട്ട് 2 ഇന്ത്യക്കാർ, ഇന്ത്യയുടെ പെൺമക്കൾ പ്രാണന്മാർ കയ്യിൽ പിടിച്ചുകൊണ്ട് രക്ഷിക്കുമെന്ന് ഇന്ത്യയോട് അപേക്ഷിച്ചുകൊണ്ട് ആർത്തലയ്ക്കുന്ന ഒരു ചിത്രമാണ്, ദൃശ്യമാണത്. അത് കണ്ടിട്ടുണ്ട് ഇന്ത്യ. 2ാം വട്ടം അങ്ങോട്ട് നോക്കാൻ ഭയമാണ് ഇന്ത്യക്ക്. ആ സ്ഥിതി ഉണ്ടാക്കിയത് ആരാണ്? ആ നാട്ടിലേക്ക് എന്തേ മോദി പോകുന്നില്ല? ആ ബേട്ടിമാരോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് എന്തേ പറയുന്നില്ല? ഇപ്പോൾ പോലും ഈ കള്ളക്കഥ പറയുമ്പോൾ ദ റിയൽ മണിപ്പൂർ കാണാൻ എന്തേ അങ്ങോട്ട് പോയില്ല? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ദ റിയൽ മണിപ്പൂർ സ്റ്റോറി, ദ റിയൽ ഗുജറാത്ത് സ്റ്റോറി എന്ന് പുറത്തു വരും. ഗുജറാത്ത് സ്റ്റോറി എന്താണ്? ആ സ്റ്റോറിയുടെ അർത്ഥമറിയണമെങ്കിൽ ഒരു പേര് പറഞ്ഞാൽ മതി. ബിൽക്കി ബാനുവിൻ്റെ പേര്, ആ പേര് മാത്രം മതി. ഗർഭിണിയായൊരു യുവതി
ഒരു ഇന്ത്യയുടെ പെൺമകൾ അവൾ കൂട്ടമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അവൾ ഗർഭിണിയായിരുന്നു. അവളുടെ ബന്ധുക്കൾ കൺമുമ്പിൽ കൊല ചെയ്യപ്പെട്ടു. അതാണ് ഗുജറാത്ത് സ്റ്റോറി. ഇതാണ് മണിപ്പൂർ സ്റ്റോറി. ഈ ഗുജറാത്ത് സ്റ്റോറിയുടെയും മണിപ്പൂർ സ്റ്റോറിയുടെയും യഥാർത്ഥമായ ഭീകരത മൂടിവെക്കാൻ കുതിക്കുന്ന BJP രാഷ്ട്രീയത്തിൻ്റെ RSS കൗശലത്തിൻ്റെ സൃഷ്ടിയാണ് ഈ പറയുന്ന കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിയെയാണ് ചില കേന്ദ്രങ്ങൾ ഇതുപോലെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അതിനെപ്പറ്റി ഇടതുപക്ഷത്തിന് ഇതാണ് പറയാനുള്ളത്. ഞങ്ങൾ കൃത്യമായി പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം ചിന്തിക്കുന്നത് ഇടത്തോട്ടാണ്. ഇടതുപക്ഷമാണ് ശരിയെന്നും ഈ പക്ഷമാണ് പ്രതീക്ഷയുടെ പക്ഷമെന്നും ന്യൂനപക്ഷം മനസ്സിലാക്കുന്നുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഒരുപോലെ LDFനെ സ്നേഹിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും വിശ്വസിക്കുന്നത് മതേതരത്വമാണ് ഇന്ത്യയുടെ ഭാവി എന്നാണ്. അതിനുവേണ്ടി നിൽക്കുന്ന പക്ഷം ഇടതുപക്ഷമാണെന്നുള്ള തിരിച്ചറിവിൽ ഈ പക്ഷത്തെ വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എല്ലാ സ്ഥലത്തും അവർ. ഘനഗംഭീരമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ, ചില മാധ്യമങ്ങൾ. ആ ചോദ്യം എന്താ? ആ ചോദ്യം, നിങ്ങൾ ജയിച്ചവിടെ പോയാൽ ആർക്ക് വേണ്ടി കൈവക്കുമെന്നാണ്. വാസ്തവത്തിൽ അവരെല്ലാം എത്രയോ ചെറിയ മനസ്സുള്ളവരാണ്. ആ ചോദ്യം ചോദിച്ചിട്ട് ഒരു നിൽപ്പുണ്ട് അവരുടെ, എന്തോ ഭയങ്കരമായ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ഭയമുള്ള ഘനഗംഭീരമായ ഒരു ഗടാഗടിയൻ ചോദ്യം ചോദിച്ചിട്ട് ഞങ്ങളുടെ വായടപ്പിച്ചു എന്ന മട്ടിലാണ് അവർ നിൽക്കുന്നത്. ആ ചോദ്യം നിസ്സാരമായ ചോദ്യമാണ്. നിമിഷം കൊണ്ട് ഉത്തരം ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് RSS BJP വരവിനെ തടയുവാൻ വേണ്ടി, ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാനാണ്. അതാണ് മറുപടി. സോ സിമ്പിൾ ഇറ്റ് ഈസ് ആൻഡ് സോ ക്ലിയർ. അതിനകത്ത് ചാഞ്ചല്യമില്ല ലെഫ്റ്റിന്. ഞങ്ങളുടെ വോട്ട് ഇതിനു വേണ്ടിയാണ്. RSS BJP വരവ് തടയുവാൻ വേണ്ടി, മൂന്നാം ഊഴം മോദിക്ക് കിട്ടില്ല എന്നുറപ്പാക്കാൻ വേണ്ടി, ഇന്ത്യ സഖ്യത്തിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി കൈവക്കാനാണ് ഞങ്ങൾ പോകുന്നത്. 20 MPമാർ ഇവിടുന്ന് പോകുന്നത് അത് ചെയ്യാൻ വേണ്ടിയാണ്, LDF MPമാർ. ആ ഉറപ്പ് LDFന് ഉള്ളൂ. ഞങ്ങൾ പറയുന്നു, ഇതാണ് ഞങ്ങളുടെ ഗ്യാരൻറ്റി, ഇതാണ് LDF ഗ്യാരൻറ്റി. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു ഇതുപോലൊരു ചോദ്യം. ഇതുപോലെ BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുറപ്പിച്ച് പറയാൻ ആർജവമുള്ള എത്ര പേരുണ്ട് കോൺഗ്രസിനകത്ത്? എത്ര പേരുണ്ട്? ദിസ് ഈസ് അവർ ചാലഞ്ച്. ഇത് ഞങ്ങളുടെ വെല്ലുവിളിയാണ്. എത്ര പേരുണ്ട് കോൺഗ്രസിൽ? ആരുമില്ല.